ഇക്കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയ കേരളത്തിന് ഇതാ മറ്റൊരു നേട്ടം കൂടി. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിൽ 1% കുറവ് മാത്രമേ ദരിദ്രരുള്ളൂ. ഇന്ത്യയുടെ മുഴുവൻ ശരാശരി പോലും 15%. കേരളത്തിന് മാത്രം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ദി എക്കണോമിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഇതിന്റെ കാരണങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. 1. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല കേരളത്തിലെ ഭരണ സംവിധാനം രൂപം കൊള്ളുന്നത്. വലതു പാർട്ടികൾ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തമ്മിൽ തല്ലു നടക്കുമ്പോൾ അവർക്ക് എവിടെ വികസനത്തിൽ ശ്രദ്ധിക്കാൻ സമയം? സ്ഥാനമാനങ്ങളുടെ പുറകെ പോകാത്ത കൂട്ടായ പരിശ്രമം ജനക്ഷേമത്തിനായി ഉപയോഗിക്കാൻ കേരളത്തിലെ LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 2. വികേന്ദ്രീകരണം. ഏറ്റവും താഴെത്തട്ടിൽ വികസനം എത്തണമെങ്കിൽ പ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹനം പ്രശംസനീയമാണ്. പ്രാദേശിക തലത്തിൽ അതിദരിദ്രരെ കണ്ടെത്താനും മൈക്രോ പ്ലാനുകൾ രൂപീകരിച്ച് അവരെ അതിൽ നിന്ന് കരകയറ്റാനും നമുക്ക് സാധിച്ചു. 3. സംരംഭകരെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ. വികസനത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയിലാണ്. നിക്ഷേപകർക്കും സ്റ്റാർട്ടപ്പ് സംരംഭകർക്കും കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. സംസ്ഥാനത്തെ വ്യവസായ പരിസ്ഥിതി ദിനം പ്രതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യക്ഷമമായ ഭരണ സംവിധാനവും ജനങ്ങളോട് കൂടെയുള്ള പ്രവർത്തനങ്ങളും കേരളത്തെ വികസനത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാൻ പ്രാപ്തമാക്കുകയാണ്.